morning devotion. I'm forever yours. Praise God. Hallelujah. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദൈവവചനത്തിൽ തീ എന്ന പദം കാണുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ വന്നുകൂടി ജനം ചോദിച്ചു, നീ ക്രിസ്തു അല്ലല്ലോ, നീ എന്ത് അധികാരത്തോടെയാ സ്നാനപ്പെടുത്തുന്നത്? യോഹന്നാന്റെ മറുപടി ഇതാണ്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ടാണ് സ്നാനം കഴിപ്പിക്കുന്നത്, പക്ഷെ എന്റെ പിന്നാലെ വരുന്നവൻ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. യേശുവിന്റെ ശുശ്രൂഷയിൽ ഉടനീളം കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, അവൻ വചനം 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 ഉപദേശമായിരുന്നു അവന്റെ പ്രധാനപ്പെട്ട കാര്യം. യെരമ്യാവിന്റെ പുസ്തകം 21:29 നമ്മൾ ഇങ്ങനെ കാണുന്നത്, എന്റെ വചനം തീ പോലെ, വചനം തീ പോലെ. പഴയ നിയമത്തിൽ വചനം എന്തു പറഞ്ഞു അത് സംഭവിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ വചനം എന്തു പറയുന്നു അത് സംഭവിക്കും. രക്ഷിക്കപ്പെടുന്നത് തീയിലൂടെയാണ്. എങ്ങനെയാണ്? വചനത്തിൽ കൂടെ. നമ്മുടെ ജീവിതത്തിനകത്ത് രക്ഷയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തുള്ള വിശ്വാസവും ഏറ്റുപറച്ചു. നമ്മൾ പലപ്പോഴും തീ എന്ന് കേൾക്കുമ്പോൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. പാപിയെ ദഹിപ്പിക്കുന്ന തീയല്ലിത്. പാപിയുടെ ഉള്ളിലെ പാപത്തെ ദഹിപ്പിക്കുകയും പാപിയെ നിലനിർത്തുകയും ചെയ്യുന്നതാണ് ഈ തീ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ വചനത്തെ നമ്മൾ സൂക്ഷിക്കും തോറും നമ്മുടെ ജീവിതം സുരക്ഷിതമായി തീരും. ഇസഹാക്ക് ചോദിച്ച ചോദ്യം, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, യാഗമൃഗമുണ്ട്. അബ്രഹാമിന്റെ മറുപടി അതിനെ ഞാൻ ഇങ്ങനെ പറയും, മകനെ, നമ്മൾ തീ സൂക്ഷിച്ചാൽ മതി, യാഗമൃഗത്തെ കർത്താവ് നോക്കും. വചനത്തെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എത്രത്തോളം സൂക്ഷിക്കുന്നു, വചനത്തിന് എത്രത്തോളം നിങ്ങൾ പ്രാധാന്യം നൽകുന്നു, അത്രത്തോളം നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ, നിങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവിക ഇടപെടലിൽ കാണാൻ സാധിക്കും. വചനം അയച്ച് സൗഖ്യമാക്കുന്നത്, വചനത്താൽ ജീവിക്കാനായിട്ട് നമ്മളെ അനുവദിക്കുന്നത് വചനമാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ സമ്പത്ത്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് സാഹചര്യം എന്തു പറയുന്നു അതനുസരിച്ചല്ല നിങ്ങൾ ചിരിക്കേണ്ടത്, ജീവിക്കേണ്ടത്, ചരിക്കേണ്ടത്, സന്തോഷിക്കേണ്ടത്. വചനം എന്തു പറയുന്നു അതനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കേണ്ടത്, അതനുസരിച്ചാണ് നിങ്ങൾ ചലിക്കേണ്ടത്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിന്റെ സകല മേഖലകളിൽ ദൈവവചനത്തിന്റെ പുഷ്ടിയും സമൃദ്ധിയും അനുഗ്രഹവും വെളിപ്പാടും മഹത്വവും ശക്തിയും വെളിപ്പെടുന്ന ഒരു പകലായി മാറട്ടെ. God bless you. Amen.